തീർത്തും വിചിത്രമായ നിലയിലാണ് അവിടെ കൂടി നിന്നവരെല്ലാം തന്നെ അയാളെ തുറിച്ചു നോക്കിയിരുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പെല്ലാമുള്ള ആളുകൾ ധരിച്ചിരുന്ന അതുപോലുള്ള വേഷങ്ങളായിരുന്നു അയാൾ ഒരവസരത്തിൽ ധരിച്ചിരുന്നത്. പെട്ടെന്ന് വെച്ചുകൊണ്ട് പരിഭ്രാന്തനായിപ്പോയ അയാൾ ടൈം സ്ക്വയറിലൂടെ ഓടാൻ ആരംഭിക്കുന്നുണ്ട്. അതിനിടയിൽ വലിയൊരു വാഹനം അയാളുടെ ദേഹത്ത് വന്നിടിക്കുന്നു. അയാൾ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ആരാണ് ആ വ്യക്തി എന്ന് പോലീസുകാർ അന്വേഷിച്ചിറങ്ങുമ്പോൾ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് 75 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന റുഡോൾഫ് ഫെൻസിലേക്കായിരുന്നു. അതെ, ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് റുഡോൾഫ് ഫെൻസ് എന്ന ടൈം ട്രാവലറുടെ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലൂഹിയ. 1970കളിലും 80കളിലും 90കളിലും എല്ലാം തന്നെ അമേരിക്കയിൽ വലിയ തോതിൽ തന്നെ പ്രചരിച്ചിരുന്ന, സത്യമാണ് എന്ന് കരുതി ഒരുപാടധികം ആളുകൾ പറഞ്ഞു നടന്നിരുന്ന ഒരു കഥയാണ് റുഡോൾഫ് ഫെൻസിൻ്റേത്. 1951 ജൂൺ മാസത്തിലെ ഒരു രാത്രിയിൽ, സമയം ഏറെക്കുറെ 11 മണി പിന്നിട്ട് കഴിഞ്ഞ് കാണും. ആ ഒരു അവസരത്തിൽ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് വെച്ചുകൊണ്ട് ആളുകളെല്ലാം ഒരാളെ തുറിച്ചു നോക്കാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ 19ാം നൂറ്റാണ്ടിൽ 1800കളിൽ ആളുകൾ എങ്ങനെയാണോ വസ്ത്രം ധരിച്ചിരുന്നത് അതേ ഒരു നിലയിലുള്ള വസ്ത്രധാരണയും ഹെയർ കട്ടും മറ്റുമൊക്കെ ആയിരുന്നു അയാൾ പിന്തുടർന്നിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെയാണ് വലിയ കൗതുകത്തോടെ ആശ്ചര്യത്തോടു കൂടെ ഇയാളിലേക്ക് ആളുകളുടെ എല്ലാം ശ്രദ്ധ ഒരുപോലെ പതിച്ചത്. പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നില്ല. ആ മനുഷ്യനാകട്ടെ ചുറ്റും വലിയ അത്ഭുതത്തോടു കൂടെ തന്നെയാണ് നോക്കുന്നത്. മാത്രവുമല്ല, എല്ലാം ആദ്യമായിട്ട് കണ്ടതുപോലുള്ള ഒരു പ്രതീതിയാണ് അയാളുടെ മുഖത്ത് ദർശിക്കാനായത്. മാത്രമല്ല, അവിടെ കൂടിയുന്ന ആളുകളിലേക്ക്, അവരുടെ വസ്ത്രധാരണത്തിലേക്ക്, അവരുടെ വസ്ത്രത്തിലേക്കൊക്കെ അയാൾ ഉറ്റുനോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമീപത്തുകൂടെ വലിയ വേഗതയിൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലേക്ക് വലിയ അത്ഭുതത്തോടെയാണ് അയാൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ആദ്യമായിട്ട് കണ്ടതെന്ന പോലെ പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് എല്ലാം മാറി മറിയുന്നത്. പെട്ടെന്ന് പരിഭ്രാന്തനായി പോയ അയാൾ എങ്ങോട്ടെന്നില്ലാതെ ടൈം സ്ക്വയറിൻ്റെ ഭാഗത്തിലൂടെ ഓടാൻ ആരംഭിക്കുകയാണ്. അതിനിടയിൽ വലിയ വേഗതയിൽ അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വാഹനം അയാളുടെ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. അയാൾ റോഡിലൂടെ ദൂരേക്ക് തെറിച്ച് നീങ്ങുകയാണ്. ഉടനെ തന്നെ ആളുകളെല്ലാം അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും വലിയ തോതിൽ രക്തം ധാരധാരയായി പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. ആളുകൾ ആംബുലൻസിനും മറ്റൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആംബുലൻസും മറ്റുമൊക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ചോര വാർന്നുകൊണ്ട് ആ വിചിത്ര രൂപത്തിൽ വസ്ത്രം ധരിച്ച മനുഷ്യൻ എന്നേക്കുമായി ഈ ലോകത്ത് നിന്നും വിടവാങ്ങുകയാണ്. പക്ഷേ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. എല്ലാത്തിൻ്റെയും തുടക്കം മാത്രമായിരുന്നു അയാളുടെ മരണം. അയാളുടെ മൃതദേഹം നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. പോലീസുകാരൊക്കെ സംഭവ സ്ഥലത്ത് എത്തുന്നുണ്ട്. അവരിലും വലിയ അത്ഭുതം തന്നെയാണത് ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആരും ആ കാലഘട്ടത്തിൽ ധരിക്കാത്ത നിലയിലുള്ള വസ്ത്രങ്ങൾ, ലഭ്യമാകാത്ത നിലയിലുള്ള വസ്ത്രങ്ങളായിരുന്നു അയാൾ ആ അവസരത്തിലൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെ ആയാലും അയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന, അയാളുടെ വസ്ത്രത്തിലുണ്ടായിരുന്ന ഒട്ടനവധി കാര്യങ്ങൾ പോലീസുകാർ വിശദമായിട്ട് പരിശോധിക്കുകയാണ്. പ്രധാനമായിട്ടുള്ള ലക്ഷ്യം, ആരാണ് ഈ ഒരു വ്യക്തി, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്, ഇയാൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വസ്ത്രധാരണം നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്തൊക്കെയായാലും അയാളുടെ വസ്ത്രത്തിൽ നിന്നും മറ്റുമൊക്കെ കിട്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിശദമായിട്ട് പോലീസുകാർ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാം തന്നെ പോലീസുകാർ വിശദമായ നിലയിൽ പരിശോധിക്കുന്നുണ്ട്. അയാളുടെ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്നും ആദ്യമായിട്ട് പോലീസുകാർക്ക് ലഭിച്ചത് 5 സെന്റോളം വില വരുന്ന ഒരു ബിയറിന്റെ ഒരു കോപ്പർ ടോക്കണാണ്. അതായത് ഈ കോപ്പർ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ബിയർ ലഭിക്കുന്ന നിലയിലുള്ള ചെറിയൊരു ടോക്കണാണ് ആദ്യമായിട്ട് പോലീസുകാർക്ക് ലഭിച്ചത്. പക്ഷെ അവർ അത്ഭുതപ്പെടുത്തിയ കാര്യം, 1951 ആരും തന്നെ ഇത്തരത്തിലുള്ള കോപ്പർ ടോക്കണുകൾ ഉപയോഗിക്കാറേ ഇല്ല. മാത്രമല്ല, ആ കോപ്പർ ടോക്കണിലായിട്ട് ബാറിൻ്റെ കൂടെ പേര് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് പോലും ആ ബാറ് കണ്ടെത്താനും പോലീസുകാർക്ക് സാധിക്കാതെ പോവുകയാണ്. ഇതുകൊണ്ട് തീരുന്നില്ല. അയാളുടെ പോക്കറ്റിൽ നിന്നും പോലീസുകാർക്ക് രണ്ടാമതായിട്ട് ലഭിച്ചത് ചെറിയൊരു റെസിപ്റ്റ് ആയിരുന്നു. അതായത് കുതിരയെ കഴുകാൻ കൊടുത്തതിൻ്റെ ചെറിയൊരു റെസിപ്റ്റാണ് ഈ പ്രാവശ്യം പോലീസുകാർക്ക് ലഭിച്ചത്. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് കാർ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ടല്ലോ. ഇതുപോലെ പഴയ കാലങ്ങളിൽ, പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിൽ അഥവാ 1800കളിലൊക്കെ കുതിരയെ കഴുകാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ആ ഒരു അവസരങ്ങളിൽ ലഭിക്കുന്ന അതേ നിലയിലുള്ള ഒരു റെസിപ്റ്റാണ് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ലഭിച്ചത്. അതെ, ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഉപയോഗിച്ചിരുന്ന രീതി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപയോഗിച്ചിരുന്ന റെസിപ്റ്റാണ് പോലീസുകാർക്ക് ലഭ്യമായിട്ടുള്ളത്.
1951 കൂടുതൽ ആളുകളൊന്നും തന്നെ ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് കുതിരകളെ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. ടൈംസ് സ്ക്വയറിലാണെങ്കിലും ന്യൂയോർക്കിൻ്റെ വിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ആളുകൾ കാറുകളും മറ്റ് യന്ത്രവാഹനങ്ങളും ഒക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം വലിയ തോതിൽ തന്നെ പോലീസുകാരിൽ അത്ഭുതവും ആശ്ചര്യവും ഒക്കെ തന്നെ ഒരുപോലെ ജനിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് അയാളുടെ വസ്ത്രത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നത് $70 ആയിരുന്നു. പക്ഷേ അവിടെയും വലിയ തോതിലുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ 1870കളിലും മറ്റൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള നോട്ടുകളാണ് പോലീസുകാർക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും ഇത്രയും അധികം വർഷത്തിൻ്റെ കാലപ്പഴക്കമൊന്നും ഈ ഒരു നോട്ടുകൾ പരിശോധിച്ച് നോക്കുന്ന, ഈ ഒരു കറൻസികൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ പോലീസുകാർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പുതിയ നോട്ടുകൾ എങ്ങനെയായിരിക്കുമോ അതേ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ആ $70 വില വരുന്ന നോട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. നാലാമതായിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്നും ലഭിച്ചത് ഒരു ബിസിനസ് കാർഡായിരുന്നു. അതിൽ അയാളുടെ പേര് ആലേഖനം ചെയ്തിരുന്നു, റുഡോൾഫ് ഫെൻസ്. മാത്രമല്ല അയാളുടെ അഡ്രസ്സ് കൂടെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 5th അവന്യൂ എന്നുള്ള അഡ്രസ്സാണ് പോലീസുകാർക്ക് ആ ഒരു ബിസിനസ് കാർഡിൽ നോക്കിയ അവസരത്തിൽ കാണാൻ സാധിച്ചത്. ഇതിനേക്കാളെല്ലാം ആശ്ചര്യകരമെന്ന് തോന്നിക്കുന്ന നിലയിൽ പോലീസുകാർക്ക് അയാളുടെ വസ്ത്രത്തിനകത്ത് നിന്ന് ലഭിച്ച മറ്റൊരു കാര്യം ഒരു ലെറ്ററായിരുന്നു. മറ്റാരോ റുഡോൾഫ് ഫെൻസിന് എഴുതിയിട്ടുള്ളൊരു കത്ത്. പക്ഷേ അവിടെയും ഏറ്റവും അധികം പോലീസുകാർ അത്ഭുതപ്പെടുത്തിയത് ആ കത്തിലുണ്ടായിരുന്ന വർഷമായിരുന്നു 1876. അതായത് 1951 നിന്നും 75 വർഷങ്ങൾക്ക് മുമ്പ് ആരോ റുഡോൾഫ് ഫെൻസിന് എഴുതിയിട്ടുള്ളൊരു കത്താണ് അവർക്കന്നേ ദിവസം അയാളുടെ പോക്കറ്റിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും ഇത്തരത്തിൽ ഈ 75 വർഷത്തിൻ്റെ കാലപ്പഴക്കം ഒന്നും തന്നെ ആ ഒരു ലെറ്റർ പരിശോധിച്ച് നോക്കിയ അവസരത്തിൽ പോലീസുകാർക്ക് ആർക്കും തന്നെ കണ്ടെത്താനും സാധിച്ചതില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് ഈ ഒരു റുഡോൾഫ് ഫെൻസ്? അയാൾ 1876 ജീവിച്ചിരുന്ന മനുഷ്യനാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ 1951 കൂടുതൽ അന്വേഷിച്ചിറങ്ങും തോറും പോലീസുകാരിൽ വലിയ ആശ്ചര്യവും അത്ഭുതവും ഒക്കെ ജനിപ്പിക്കുന്ന ഒരു കേസായി റുഡോൾഫ് ഫെൻസിൻ്റെ ഈ ഒരു കേസ് മാറി വരികയാണ്. ഈ ഒരു അവസരത്തിൽ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാപ്റ്റൻ ഹ്യൂബർട്ട് ആയിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ തന്നെ റുഡോൾഫ് മരണപ്പെട്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ട് പോലും അയാളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് ആരും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന കാര്യം ഹ്യൂബർട്ടിന് കണ്ടെത്താൻ സാധിക്കുകയാണ്. എന്തൊക്കെ തന്നെ ആയാലും അയാളുടെ ബിസിനസ് കാർഡിൽ ഉണ്ടായിരുന്ന പേരും അഡ്രസ്സും ഒക്കെ വെച്ചുകൊണ്ട് ആ അഡ്രസ്സിൽ പോയിട്ടൊന്ന് തിരക്കാമെന്ന് കരുതി തന്നെ ഹ്യൂബർട്ടും സംഘവും ഇറങ്ങിത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ അവർക്ക് അവിടെ കാണാൻ സാധിച്ചത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ ഓണറോട് പോലീസുകാർ പോയിട്ട് റുഡോൾഫ് ഫെൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു വ്യക്തിയെ പോലും അറിയില്ല എന്ന നിലയിലുള്ള മറുപടികളാണ് പോലീസുകാർക്ക് അയാളിൽ നിന്ന് ലഭ്യമായത്. എന്തൊക്കെ തന്നെ ആയാലും ഇവിടെ മരണപ്പെട്ട വ്യക്തിയുടെ പേരുമുണ്ട്, അയാളുടെ അഡ്രസ്സുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ചുകൊണ്ട് ടെലിഫോൺ ഡയറക്ടറിയിൽ ഒന്ന് പരിശോധിക്കാമെന്ന നിലയിലേക്ക് പോലീസുകാർ നീങ്ങുകയാണ്. വ്യത്യസ്ത തരത്തിലുള്ള ടെലിഫോൺ ഡയറക്ടറികളെല്ലാം തന്നെ എടുത്ത് ഓരോന്നായിട്ട് പോലീസുകാർ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ്. ആ ഒരു അവസരത്തിൽ തീർത്തും അവിചാരിതമായിട്ടൊരു പേര് പോലീസുകാരുടെ കണ്ണിൽപ്പെടുകയാണ്. റുഡോൾഫ് ഫെൻസ് ജൂനിയർ എന്നതായിരുന്നു ആ പേര്. ഒരു പക്ഷേ മരണപ്പെട്ടിട്ടുള്ള ഈ ഒരു റുഡോൾഫിൻ്റെ മകനോ മറ്റോ ആകാമെന്ന നിലയിൽ, എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകാമെന്ന നിലയിൽ പോലീസുകാർ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്. അയാളുടെ നമ്പറും അഡ്രസ്സും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തുകയാണ്. നേരെ അയാളുടെ അഡ്രസ്സിൽ ചെന്ന് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി പോലീസുകാർ ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ പോലീസുകാർ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് ആ സ്ഥലത്ത് മറ്റൊരു കപ്പിൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും റുഡോൾഫ് ഫെൻസ് ജൂനിയറെ അറിയുമോ എന്ന് പോലീസുകാർ ഈ കപ്പിൾസിനോട് ചോദിച്ച അവസരത്തിൽ ഞങ്ങൾക്കറിയാം, 1940 വരെ സമീപത്തുള്ള ഒരു ഫാക്ടറിയിലും മറ്റൊക്കെ ആയിരുന്നു അയാൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാൾക്ക് ഏറെക്കുറെ 60ഓളം വയസ്സൊക്കെ പ്രായമായപ്പോൾ അയാൾ റിട്ടയർ ചെയ്തുകൊണ്ട് ഈ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റെവിടേക്കോ താമസം മാറി പോവുകയായിരുന്നു എന്നൊരു മറുപടിയാണ് അവിടെ താമസിച്ചിരുന്നവരിൽ നിന്ന് പോലീസുകാർക്ക് ലഭ്യമായത്. പക്ഷേ ഇവിടെയും പോലീസുകാരെ കുഴപ്പിക്കുന്ന ഒരുപാടധികം ചോദ്യങ്ങൾ അവരുടെ എല്ലാം മനസ്സിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മരണപ്പെട്ട് കിടക്കുന്ന റുഡോൾഫ് ഫെൻസ് എന്ന് പറയുന്ന ആ അജ്ഞാത വ്യക്തിക്ക് ഏറെക്കുറെ പ്രായം നോക്കുമ്പോൾ തോന്നുന്നത് 29-30 ആയിട്ടാണ്. പക്ഷേ റുഡോൾഫ് ഫെൻസ് ജൂനിയറുടെ പ്രായം 1940 തന്നെ ഏറെക്കുറെ 60 പിന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകുമോ? എന്തൊക്കെ തന്നെയായാലും അയാളെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി തന്നെ പോലീസുകാർ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ റുഡോൾഫ് ഫെൻസ് ജൂനിയറുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റൊക്കെ ഒരു വിധത്തിൽ പോലീസുകാർ ഒപ്പിക്കുകയാണ്. അയാൾ എവിടെയാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിച്ചിറങ്ങാൻ തന്നെ പോലീസുകാർ തീരുമാനിക്കുകയാണ്.
ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് പോലീസുകാർ ചെന്നെത്തിയത് അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്കാണ്. അവിടെ ചെന്ന് പോലീസുകാർ അന്വേഷിച്ച് നോക്കിയ അവസരത്തിൽ 1946 റുഡോൾഫ് ഫെൻസ് ജൂനിയർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിലേക്കാണ് പോലീസുകാർക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അതെ, ഏറ്റവും ഒടുവിൽ കേസ് ഒരു ഡെഡ് എൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടം കൊണ്ട് കേസ് നിർത്താൻ പോലീസുകാർ തയ്യാറായില്ല. വ്യത്യസ്ത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റുഡോൾഫ് ഫെൻസ് ജൂനിയറുടെ ഭാര്യയെ കണ്ടെത്താൻ വേണ്ടി പോലീസുകാർക്ക് സാധിക്കുകയാണ്. പോലീസുകാർ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ഭർത്താവായ റുഡോൾഫ് ഫെൻസ് ജൂനിയറുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞ പേര് റുഡോൾഫ് ഫെൻസ് എന്ന് തന്നെയായിരുന്നു. അയാളെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചപ്പോൾ പിന്നെയും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 1976 സാധാരണ പോലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതായിരുന്നു റുഡോൾഫ് ഫെൻസ്. പക്ഷെ ഒരിക്കലും അയാൾ വീട്ടിലേക്ക് പിന്നീട് തിരിച്ചെത്തിയില്ല. അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ അയാൾ എങ്ങോട്ട് പോയി എന്നോ ആർക്കും തന്നെ അറിയില്ല. പക്ഷേ ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഹ്യൂബർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ആ അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. 1876 കാണാതായ ആ വ്യക്തി പിന്നീട് പ്രത്യക്ഷമായിട്ടുള്ളത് 1951 ടൈംസ് സ്ക്വയറിലായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു കാര്യം സാധ്യമായത്? എന്ത് മാർഗത്തിലൂടെയാണ് ഇത്രയും വലിയൊരു ടൈം ട്രാവലിംഗ് റുഡോൾഫ് ഫെൻസ് എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് പിന്നീട് അയാൾ പരിഭ്രാന്തനായി ഓടിയത്? ഇത്തരത്തിലുള്ള ഒരുപാടധികം ചോദ്യങ്ങൾ പിന്നെയും റുഡോൾഫ് ഫെൻസ് എന്ന ടൈം ട്രാവലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എന്നേക്കുമായി അവശേഷിച്ചു. ഒരുപാടധികം ട്വിസ്റ്റുകൾ നിറഞ്ഞ നമ്മളെല്ലാം വലിയ തോതിൽ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന നിലയിലുള്ളൊരു കഥ തന്നെയാണ് റുഡോൾഫ് ഫെൻസിൻ്റേത്. ഈ ഒരു കൗതുകം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി എലമെൻ്റ് കൊണ്ട് തന്നെ ആയിരിക്കണം 80കളിലും 70കളിലും 90കളിലും ഒക്കെ തന്നെ ആളുകൾ, പ്രത്യേകിച്ച് ന്യൂയോർക്കിലുള്ള ആളുകൾ ഒരുപോലെ സത്യമാണ് എന്ന് കരുതിക്കൊണ്ട് റുഡോൾഫ് ഫെൻസുമായി ബന്ധപ്പെട്ട കഥ വലിയ തോതിൽ തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചില ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സോഴ്സ് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് സത്യമാണോ എന്ന് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പലർക്കും പല വ്യത്യസ്ത തരത്തിലുള്ള സോഴ്സുകളിലേക്കും മറ്റുമൊക്കെയാണ് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ചില ആളുകൾക്ക് കൃത്യമായിട്ട് ഈ ഒരു കഥയുടെ ഉറവിടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുണ്ടായി. ഇത് ആക്ച്വലി 1951 ജാക്ക് ഫെനി എന്ന് പറയുന്ന ഒരു സൈഫൈ റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് എന്ന കാര്യത്തെക്കുറിച്ച് പലർക്കും പിന്നീട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും പലരും വിശ്വസിച്ചത് ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു കഥ തന്നെയാണ്. ആ കഥയെ അതുപോലെ തന്നെ ജാക്ക് ഫെന്നി എടുത്ത് അവതരിപ്പിക്കുക മാത്രമാണ്, എഴുതുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന നിലക്കാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ജാക്ക് ഫെന്നി അന്വേഷിച്ച് പല ആളുകളും പിൽക്കാലത്ത് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഇനി അടുത്തായിട്ട് എന്താണ് ചോദിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അറിവുണ്ടാവും. അതെ, യഥാർത്ഥത്തിൽ ഇതൊരു നടന്ന കാര്യമായിരിക്കുമോ? ഈ ഒരു റുഡോൾഫ് ഫെൻസ് എന്ന് പറയുന്ന ടൈം ട്രാവലർ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ എല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കുമോ? ഒരു കഥയുടെ ഭാഗം മാത്രമായിരിക്കുമോ? ഇനി ഉണ്ട് എങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും അയാൾ ആ ഒരു കാലഘട്ടത്തിൽ ടൈം ട്രാവൽ ചെയ്തത്? ടൈം ട്രാവൽ എന്ന് പറഞ്ഞത് തിയററ്റിക്കലി പോസിബിൾ ആണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പല വീഡിയോകളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇയാൾക്കിത് സാധ്യമായി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെയായാലും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റുകളും, നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും, അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാനിനി വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന കണ്ടൻറ്റുകൾ ഒക്കെ തന്നെ ഞാൻ വിശദമായിട്ട് നോക്കുന്നുണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട്. അതിൽ ചിലതൊക്കെ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന വീഡിയോകളൊക്കെ വരുന്ന ആളുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാൽ പ്രതീക്ഷയോടെ ബൈ.